ഗൈസ്, സെൽഫിഷ്നെസ്സിനെക്കാട്ടും ഭയങ്കര നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാം, സെൽഫ്ലെസ്നെസ് എന്ന് പറയാൻ പറ്റുമോ, അങ്ങനെ ഒരു ടേം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളെ സ്നേഹിക്കാത്ത, നമ്മൾ വേറെ ഉള്ളയാൾക്ക് വേണ്ടിയിട്ട് മാത്രം ചിന്തിക്കുന്ന ഒരു ടൈമുണ്ട് അല്ലേ. അങ്ങനെ മീൻസ് എൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് ഒരു ഭയങ്കരമായിട്ട് പണി കിട്ടിയ ഒരാളാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ എല്ലാവരും ഞാൻ പറയണത് ഇപ്പോൾ നമ്മൾ സെൽഫിഷ് ആവുന്നതാണ് കുറച്ചുകൂടി ഫാർ ബെറ്റർ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. നമ്മൾ സെൽഫിഷ് ആവേണ്ട കാര്യങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് സെൽഫിഷ് ആവണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ കാര്യത്തിൽ ഞാൻ പറയാണ്, ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് ഡ്യൂട്ടി എടുത്തുകൊണ്ടിരിക്കുന്നത് നേഴ്സ്, യു മേ ബി നോയിങ്, ഐ ഡോണ്ട് നോ. അപ്പോൾ ഡ്യൂട്ടി എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് സഡൻലി ഐ ഗോട്ട് മൈ ക്രാംസ്. മീൻസ് ജസ്റ്റ് ഒരു 2 to 3 weeks or 4 weeks ഓഫ് പ്രഗ്നൻസി ആയിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ക്രാംസ് വന്നു, നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡ്യൂട്ടിയിൽ സ്റ്റാഫ് കുറവാണ്, ഞാൻ ബ്ലീഡ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ തോട്ട് പോകുന്നത് നോക്കി, ഞാൻ എൻ്റെ കുഞ്ഞിനെയല്ല, എൻ്റെ ഹെൽത്തല്ല, എൻ്റെ ബേബീനെയല്ല, എൻ്റെ ഫസ്റ്റ് ബേബിയാണ് ആലോചിക്കണം. അത് എന്തുകൊണ്ടാണ് എനിക്കങ്ങനെ തോട്ട് പോയത് എനിക്കറിയില്ല. നൈറ്റ് ഡ്യൂട്ടീൻ്റെ സമയം ഞാൻ ബ്ലീഡിങ് ലൈക്ക് ഹെൽ. എന്നിട്ട് രാവിലെ വരെ ഞാൻ കുറച്ച് കഴിയട്ടെ കുഴപ്പമില്ല, ശരിയാകും. ക്രാംസ് വന്ന് പെയിന്, ഞാൻ അബോഷൻ്റെ പെയിൻ എന്തായിരിക്കും എന്നറിയാലോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡ്യൂട്ടി എടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ മോർണിംഗ് ഡ്യൂട്ടി സ്റ്റാഫ് വന്നു. എന്നിട്ടും ഞാൻ പറയണില്ല, ഐ ഹാവ് ദിസ് പ്രോബ്ലം, പ്ലീസ് ടേക്ക് ദ ഹാൻഡ് ഓവർ, പെട്ടെന്ന് ഹാൻഡ് ഓവർ എടുക്കണം, എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ഞാൻ പറയണില്ല, ഞാൻ പറയാണ് അതൊക്കെ ചെയ്ത് തീർത്തിട്ടേ ഞാൻ പോകുള്ളൂ, ഡോണ്ട് വറി. മേക്കിംഗ് അതേഴ്സ്, ഓൾവേസ് തിങ്കിങ് അബൌട്ട് അതേഴ്സ്. അവരെ ബുദ്ധിമുട്ടിക്കരുത്, അവർക്ക് ബുദ്ധിമുട്ടാവരുത്, അവർക്ക് ഞാൻ കാരണം എക്സ്ട്രാ ബേർഡൻ ആവരുത്, അങ്ങനെ ഞാൻ ചിന്തിക്കുന്നു. ബട്ട് ഇപ്പം അറ്റ് ദിസ് പോയിന്റ് ഐ ഹാവ് 2 babies. നമ്മൾ ഓരോ ടൈം നോക്കുകയും ഞാൻ അന്നേരം എനിക്ക് പക്ഷേ കുഞ്ഞുങ്ങൾ, എനിക്കറിയില്ല ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത്. ഞാൻ ഭയങ്കര ബാഡായിട്ട് ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ അപ്പോഴെ ഒരു നേഴ്സായ ഞാൻ സഡൻ ആക്ഷൻ എടുക്കേണ്ടതായിരുന്നു ബട്ട് എൻ്റെ കാര്യവും കുഞ്ഞിൻ്റെ കാര്യം ഒന്നും ചിന്തിച്ചില്ല. I was always trying to make others happy, seeking others' happiness, literally trying to help others, അല്ലെ, എപ്പോഴും trying to see smile on others' face. എനിക്കറിയില്ല, I'm always thinking about others. അവരെ ബുദ്ധിമുട്ടിക്കരുത്, അവർക്ക് ബുദ്ധിമുട്ടാവരുത്, അവർക്ക് ഞാൻ കാരണം എക്സ്ട്രാ ബേർഡൻ ആവരുത്, അങ്ങനെ ഞാൻ ചിന്തിക്കുന്നു. ബട്ട് ഇപ്പം അറ്റ് ദിസ് പോയിന്റ് ഐ ഹാവ് 2 babies. നമ്മൾ ഓരോ ടൈം നോക്കുകയും ഞാൻ അന്നേരം എനിക്ക് പക്ഷേ കുഞ്ഞുങ്ങൾ, എനിക്കറിയില്ല ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത്. ഞാൻ ഭയങ്കര ബാഡായിട്ട് ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ അപ്പോഴെ ഒരു നേഴ്സായ ഞാൻ സഡൻ ആക്ഷൻ എടുക്കേണ്ടതായിരുന്നു ബട്ട് എൻ്റെ കാര്യവും കുഞ്ഞിൻ്റെ കാര്യം ഒന്നും ചിന്തിച്ചില്ല. I was always trying to make others happy, seeking others' happiness, literally trying to help others, അല്ലെ, എപ്പോഴും trying to see smile on others' face. എനിക്കറിയില്ല. സോ ഫൈനലി ഗൈസ്, ഈ പോയിന്റിൽ ഞാൻ മനസ്സിലാക്കുന്നു, സെൽഫിഷ്നെസ് ഇസ് സെൽഫ് ലവ്. Love yourself. Be selfish. എന്നുവെച്ചാൽ be selfish about your career. Be selfish about your job. Be selfish about your എല്ലാ കാര്യങ്ങളും. Love yourself. നമ്മളിലെ ഒരു 30s എല്ലാം ആകുമ്പോൾ
going to touch my foot or 30s, you know. ഈ ഒരു പോയിന്റിൽ ഐ അണ്ടർസ്റ്റാൻഡ് ഹൗ വാല്യുബിൾ ഈസ് ഓരോ കാര്യങ്ങളും, എത്രമാത്രം നമുക്ക് തെറ്റ് പറ്റിപ്പോയി. ഒരുപാട് പറയുന്നുണ്ട്, ബട്ട് എനിക്ക് പറയാൻ പറ്റില്ല.